എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ബാക്കി ചോദ്യങ്ങൾ, അതായത് നമ്മൾ ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലെ. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് ഈച്ച് ഓഫ് ദി ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് എ സർക്കിൾ ആൻഡ് കളർ ദി പിക്ചേഴ്സ്. നാം ഒരേ സർക്കിളുകൾ വരച്ചിട്ട് ഇത്രയും ഭാഗം 3/8 ഭാഗം അതിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിന് വേറെ കളറുകൾ കൊടുക്കണം. മനസ്സിലായോ? രണ്ടിനും ഒരേ കളറുകൾ കൊടുക്കുക. അതേപോലെ ഇവിടെ 2/5 ഭാഗം അത് മാർക്ക് ചെയ്യുക, അതിന് കളർ കൊടുക്കുക. ഇതാണ് ചോദ്യങ്ങൾ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ സർക്കിൾ വരയ്ക്കണം, അതിൽ 3/8 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ 3/8 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിക്കണം. നാം കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അത് എത്ര ഭാഗമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ നേരെ തിരിച്ചിട്ട് 3/8 ഭാഗമാണെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അത് എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് എളുപ്പത്തിൽ അറിയാം അല്ലെ, സർക്കിൾ വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പം അറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? ഇത് 3/8 അല്ലെ, അത് എത്ര ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 3/8 എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടലും ആകെ എത്ര ഡിഗ്രിയാണ്? ടോട്ടല് 360 ഡിഗ്രി അല്ലെ. അപ്പൊ 360 ഡിഗ്രിയുടെ 3/8 ഭാഗം, അതായത് 360 ഡിഗ്രിനെ 8 ഭാഗമാക്കിയതിൽ 3 ഭാഗം. മനസ്സിലായല്ലോ? 360നെ 8 ഭാഗമാക്കുക, തുല്യമായിട്ട് 8 ഭാഗമാക്കുക. അതിൽ നിന്ന് 3 ഭാഗമാണ് നാം മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 360നെ 8 തുല്യ ഭാഗങ്ങൾ നമുക്ക് ആദ്യം ആക്കാം. മനസ്സിലായില്ലേ? അതായത് ഇതിലടിയിൽ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആദ്യം ചെയ്യാം. 360നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 360/8 അല്ലെ, ഒന്ന് ഹരിച്ചു നോക്കിയേ. 360 ഹരിക്കണം 8, 3 പോയില്ല, 36 എത്ര പോകും? 4 × 8 32 അല്ലെ. 4 × 8 32. അപ്പൊ 4 പ്രാവശ്യം 4 × 8 32, ബാക്കി മൈനസ് ചെയ്യുമ്പോൾ 4, പിന്നെ 0 ഇറക്കിട്ടു. ഇനി 8, 40 എത്ര 8 ഉണ്ട്? 8 × 5 40 അല്ലെ. അപ്പൊ 8 × 5 40. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 45 കിട്ടി അല്ലെ. അപ്പൊ 45 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? 360നെ 8 തുല്യ ഭാഗങ്ങളാക്കി. അപ്പൊ നമുക്ക് 45 കിട്ടി അല്ലെ. അങ്ങനത്തെ എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം അല്ലെ. മനസ്സിലായല്ലോ? 360നെ 3/8 എന്ന് പറഞ്ഞാല് 8 തുല്യ ഭാഗങ്ങളാക്കുക. അതിൽ നാം 3 ഭാഗം എടുക്കണം. അപ്പോൾ ഇവിടെ 8 തുല്യ ഭാഗങ്ങൾ നമ്മൾ ആക്കി. ഇനി അങ്ങനത്തെ 3 എണ്ണം നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ എന്ത് വരും? 45 ആണ് ഒരു ഭാഗം. അങ്ങനത്തെ 3 എണ്ണം 45 × 3. 45 × 3 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. 135. മനസ്സിലായില്ലേ? അപ്പോ 3/8 ഭാഗം, ഒരു സർക്കിളിന്റെ 3/8 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 135 ഡിഗ്രി. ഇനി നമുക്കിത് എളുപ്പത്തിൽ മാർക്ക് ചെയ്യാമല്ലോ അല്ലെ. ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ സർക്കിളിന് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും തന്നിട്ടില്ല, റേഡിയസ് തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വലിയ സർക്കിളും വേണ്ട, വളരെ ചെറുതും വേണ്ട. നമുക്കൊരു 3 or 4 എടുക്കാം. അപ്പൊ ഒരു 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അതറിയാലോ? ഞാനൊരു സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 135 ഡിഗ്രി എടുക്കണം അല്ലെ. പ്രൊട്രാക്ടർ എടുക്കുക, കൃത്യമായിട്ട് ഇവിടെ വെക്കുക. ഇനി നമുക്ക് 135 ഡിഗ്രി അല്ലേ. അപ്പൊ 135 വെച്ചാൽ 10, 20, 30, 40 അങ്ങനെ കയറി പോയി 120, 130, 135 അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, 135 മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഇത് 135 ഡിഗ്രി, 135 ഡിഗ്രി. ഇതാണ് ഈ പറഞ്ഞ 3/8 ഭാഗം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു കളർ കൊടുക്കാം, മഞ്ഞയോ പച്ചയോ എന്തെങ്കിലും കൊടുക്കാം. ഇതിന് വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് മാത്രം കളർ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ നോക്കിയാൽ ടോട്ടൽ എത്ര നമുക്കറിയാം. ഇവിടെ നമുക്ക് ടോട്ടൽ 360 ആണെന്ന് അറിയാം അല്ലെ. 360 ആണ്. അതില് 2/5. അപ്പൊ അതിനെ 360നെ 5 ഭാഗമാക്കി അതിൽ 2 ഭാഗം നമ്മൾ എടുക്കണം ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 360നെ 5 തുല്യ ഭാഗങ്ങളാക്കാം ആദ്യം. മനസ്സിലായില്ലേ? അപ്പൊ 360നെ 5 തുല്യ ഭാഗങ്ങളാക്കാണ് /5. അപ്പൊ 360/5 ഒന്ന് ഹരിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. നമ്മൾ നേരത്തെ ഹരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെ. കഴിഞ്ഞ ചോദ്യങ്ങളിൽ നമ്മൾ ഹരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 72 ഡിഗ്രിന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കി അല്ലെ. അതായത് ഈ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിൽ 2 എണ്ണം നമ്മൾ എടുക്കണം അല്ലെ.
അപ്പൊ ഒരെണ്ണം 72 അപ്പൊ അങ്ങനത്തെ രണ്ടെണ്ണം വേണം. അപ്പൊ എന്ത് വേണം നമ്മൾ 72 ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ ഇൻറ്റു 2 എത്ര കിട്ടും നമുക്ക് 144 ഹരിച്ചു നോക്കാം ഗുണിച്ചു നോക്കാം 144 കിട്ടും. അപ്പൊ 144 ഡിഗ്രി കണ്ട. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമായ ഡിഗ്രി. ഇനി നമുക്ക് സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ 144 ഡിഗ്രി മാർക്ക് ചെയ്യാൻ അറിയാലോ. അപ്പൊ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു, പിന്നെ ഇതിങ്ങനെ റേഡിയസ് ഇങ്ങനെ എഴുതും അല്ലെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം 144 ഇങ്ങനെ മെഷർ ചെയ്ത് പോവാം. ഓക്കെ. അപ്പൊ 0 ഇങ്ങനെ 0 10 അങ്ങനെ പോയി കയറി 90 100 110 120 130 140 144 പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു 144. ഇനി ഈ പോയിന്റും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് എത്ര ഇത് 144 ഡിഗ്രിയാണ്. ഈ ഭാഗമാണ് ഈ പറഞ്ഞ 2/5 ഭാഗം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് ഏതെങ്കിലും ഒരു കളറ് കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. കാരണം ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഇതൊക്കെ 4/9 ഭാഗം അല്ലെ. അതായത് നമുക്കറിയാം മൊത്തം 360 ഭാഗം അല്ലെ. അതില് 4/9 9 ഭാഗം തുല്യ 9 ഭാഗമാക്കിയതിൽ 4 ഭാഗം ആണല്ലോ. അപ്പൊ ആദ്യം ചെയ്യാൻ നമുക്ക് ഇതിനെ തുല്യ 9 ഭാഗങ്ങളാക്കണം. അപ്പൊ നമ്മൾ 360നെ തുല്യ 9 ഭാഗങ്ങളാക്കാണ് 9. അപ്പൊ ഒന്ന് ഹരിച്ചു നോക്കാം. മനസ്സിലായി? ഹരിക്കലൊന്നും തെറ്റാൻ പാടില്ല. 360/9 നമുക്ക് എത്ര കിട്ടും? 40 നമുക്ക് കിട്ടും. 40 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പൊ ഹരിച്ചു നോക്കുന്നു. ഇനി എന്ത് വേണം? അപ്പൊ തുല്യമായിട്ട് നമ്മൾ 9 കഷ്ണങ്ങളാക്കി അതിൽ 4 എണ്ണം എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 40 × 4 അതിൽ 4 കഷ്ണങ്ങൾ എടുക്കണം അല്ലെ. അപ്പൊ 4 × 4 16. അപ്പൊ എത്ര കിട്ടിയ നമുക്ക് 160 ഡിഗ്രി. ഇനി നമുക്ക് സർക്കിൾ വരച്ച് ഇത് മാർക്ക് ചെയ്യാൻ അറിയാലോ. അപ്പൊ സർക്കിൾ വരച്ചു. ഇവിടെ നിങ്ങളുടെ റേഡിയസ് വരണം ഒരു വര വരച്ചു അല്ലെ. ഇനി എന്ത് വേണം 160 ഡിഗ്രി അല്ലെ. ഇവിടെ നിങ്ങോട്ട് 160 ഡിഗ്രി എടുക്കാം. 0 അല്ലെ കറക്റ്റ് ആയിട്ട് വെച്ചു. 10 20 30 40 അങ്ങനെ പോയി 140 150 160 കണ്ടല്ലോ. 160 ഡിഗ്രി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇനി എന്ത് വരും? ഇതാണ് 160 ഡിഗ്രി അല്ലെ. അതായത് 4/9 ഭാഗം. ഇനി ഇതിനും നമ്മൾ എന്ത് ചെയ്യാം ഒരു കളറും കൂടെ കൊടുക്കാം. മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു കളർ കൊടുത്താൽ നമ്മളെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. ഇനി അടുത്തൊന്ന് നോക്കിയേ 5/12 അല്ലെ. 5/12 അപ്പൊ ഇതേപോലെ എളുപ്പം ചെയ്യാലോ അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം 360നെ 12 തുല്യ ഭാഗങ്ങളാക്കാം അല്ലെ. അപ്പൊ 360/12. അപ്പൊ ഇവിടെ 360/12 നിങ്ങൾക്ക് 12 കൊണ്ട് ഹരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മുമ്പ് ചെയ്തില്ലേ അതേപോലെ ഇതിനൊന്ന് ചെറുതാക്കാം. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ. അപ്പൊ 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 കിട്ടും. വീണ്ടും നമ്മൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ആക്കിയിട്ട് ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. ഇനി 150നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പം അല്ലെ. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 150/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 3 18 അല്ലെ. അതായത് 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ 12 ഈക്വൽ ഭാഗങ്ങളാക്കി. അപ്പൊ നമുക്ക് 30 കിട്ടി. ഇനി ആ 12 ഭാഗങ്ങൾ എത്ര ഭാഗമാണ്? 5 ഭാഗം എടുക്കണം അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യണപ്പോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 30 × 5 എത്ര കിട്ടും നമുക്ക്? 150 ഡിഗ്രി കണ്ട. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമായ ഡിഗ്രി. എത്ര ഭാഗം? 5/12 എന്ന് പറഞ്ഞാൽ 150 ഡിഗ്രിയാണ്. അപ്പൊ ഇനി നമുക്ക് സർക്കിൾ വരച്ചിട്ട് വരയ്ക്കാൻ അറിയാലോ. അപ്പൊ ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി എത്ര വേണം? ഇതിന് 150 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം. ഇതിന്റെ ഈ ലൈന് കൃത്യമായിട്ട് വെച്ചു. 10 20 30 40 അങ്ങനെ പോയത് 150 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇത് എത്രയാണ്? 150 ഡിഗ്രി അല്ലെ. ഇതാണ് 5/12 ഭാഗം. ഇനി ഇതെന്ത് ചെയ്യണം? ഒരു കളർ അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. ഇനി 5/24 ഇനി ചെയ്യാനിതല്ലേ. നമുക്കിപ്പോ നല്ല പരിചയം ചെയ്തത്. എന്ത് ചെയ്യാ? ആദ്യം 360നെ 24 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പൊ 360 ഹരിക്കണം 24. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം? 24 ഹരിക്കൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 24 ഇതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാം അല്ലെ. അപ്പൊ 360നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ 360നെ 2 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണല്ലോ. നമുക്ക് എത്ര കിട്ടും? 360ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 150 അല്ലെ. 24ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 12. ഒന്നും കൂടി ചെറുതാക്കണം. എന്ത് ചെയ്യാം? വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 150നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 90 കിട്ടി അല്ലെ. 12നെ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 6 കിട്ടി. ഇനി നമുക്ക് എളുപ്പം 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അറിയാം അല്ലെ. അപ്പൊ 90നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? 15 കിട്ടി അല്ലെ. 15 കിട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ 360നെ തുല്യ 24 ഭാഗങ്ങളാക്കിയപ്പോൾ നമുക്ക് 15 ഡിഗ്രി കിട്ടി അല്ലെ. ഇനി അങ്ങനത്തെ എത്ര എണ്ണം വേണം? 5 എണ്ണം വേണം. അപ്പൊ 15 × 5 15 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75. ഗുണിച്ചു നോക്കാം സംശയമുള്ളവർ.
ഓക്കെ, അപ്പൊ ഈ ഇത്രയും ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ അതേ സർക്കിൾ വരച്ചു, ഈ റേഡിയസ് ഇങ്ങനെ വരച്ചിട്ടു. ഇനി എന്ത് വേണം? 75 ഡിഗ്രി ഇങ്ങനെ മാർക്ക് ചെയ്യണം അല്ലെ. 0 അല്ലെ. ഇനി 10, 20, 30, 40, 50, 60, 70, 75 ഇതാണ് പോയിന്റ്. ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പൊ യോജിപ്പിച്ചു. ഇത് 75 ഡിഗ്രി. ഇതാണ് ഈ പറയുന്ന 5/24 ഭാഗം. മനസ്സിലായല്ലോ. ഇനി ഇതെന്ത് ചെയ്യാം? ഏതെങ്കിലും കളർ ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞത്? ഡ്രോ ദി പിക്ചേഴ്സ് ബിലോ. നമുക്ക് കുറച്ച് പടങ്ങൾ തന്നിട്ടുണ്ട്, അതൊന്നും നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതിലെ ആദ്യത്തെ ചിത്രം ഒന്ന് നോക്കിയേ. ഈ ഫിഗറിന് നോക്കിയേ 5 തുല്യ നീളത്തിലുള്ള 5 വശങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ മുമ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് മൊത്തം നമുക്കറിയാം 360 ഡിഗ്രിയാണ്. അപ്പൊ 5 സൈഡ് ഉണ്ട്, അതായത് 5 ഭാഗമാക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആണല്ലോ. ഓക്കെ, 360 ഹരിക്കണം 5 കൊണ്ട് ഹരിക്കാൻ എന്താ കാരണം? 5 സൈഡുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഫിഗറിന് 5 സൈഡുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒന്ന് ഹരിച്ചു നോക്കാം. 72 കിട്ടും അല്ലെ. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് 72 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു സർക്കിളിനെ അല്ലെ, ഒരു സർക്കിളിനെ 5 തുല്യ ഭാഗങ്ങൾ ആക്കി കഴിഞ്ഞാൽ 5 ഈക്വൽ സൈഡുകൾ വരും അല്ലെ. അപ്പൊ ഈ ഈക്വൽ സൈഡുകളാണ് ഇവിടെ നമ്മൾ ചിത്രത്തിൽ നോക്കിയ 5 തുല്യ നീളങ്ങളുള്ള അല്ലെ, 5 സൈഡുകളാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 72 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. ഇനി നാം എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് 72 ഡിഗ്രിയിൽ 5 തുല്യ ഭാഗങ്ങളാക്കി തരാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നും തന്നിട്ടില്ല അല്ലെ. അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് വലിയ ഫിഗർ വരയ്ക്കാം. ഒരു 5 സെന്റിമീറ്റർ റേഡിയസിൽ അല്ലെ, ഒരു 4-5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ആദ്യം നമുക്ക് വരയ്ക്കാം. ഇപ്പൊ ഞാൻ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം? 72 ഡിഗ്രി അല്ലെ. 72 ഡിഗ്രി വെച്ചിട്ട് 5 തുല്യ ഭാഗങ്ങളാക്കണം അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കും അല്ലെ. ഇവിടെ ഫസ്റ്റ് ഇവിടെ നിന്ന് വരച്ചിട്ട് പിന്നെ 72 ഡിഗ്രി ഇങ്ങനെയാണ് മെഷർ ചെയ്യാറ്. പക്ഷെ നമ്മുടെ ഫിഗർ നോക്കിയേ, ഫിഗർ അനുസരിച്ചുകൊണ്ട് നമ്മുടെ മോൾ ഭാഗം ഇങ്ങനെ മൂലയേറ്റ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഗർ ഒത്തിരി ചെരിഞ്ഞിരിക്കും. അതിന് പകരം നോക്കിയാൽ നമ്മുടെ ഇതിലെ സ്റ്റാർ കണ്ട, സ്റ്റാറിന്റെ ഇങ്ങനെ മുകളിലാണ് ഈ ഒരു കോർണർ വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതേപോലെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വേണം? ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന ആദ്യം ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്ട്രൈറ്റ് ഒരു വര കൊടുക്കാം. അപ്പൊ നമ്മളെ എന്ത് കിട്ടും? ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫിഗർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വേറെ കുഴപ്പമില്ല, ഒന്നും ചെരിഞ്ഞിരിക്കും. അപ്പൊ ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി എന്ത് വേണം? 72 ഡിഗ്രി അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് 72 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യണം. നമ്മുടെ സെന്റർ കണ്ടല്ലോ. ഇനി എന്ത് വേണം? നമുക്ക് ഇവിടെ 72 ഡിഗ്രി, അതിൽ 10, 20, 30, 40, 50, 60, 70, 72 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്തു. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ അല്ലേ. ഇവിടെ നമ്മൾ ശരിക്കും കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫിഗർ അനുസരിച്ച് കൊണ്ട് നോക്കിയാൽ നമുക്ക് ഈ വരകൾ ആവശ്യമില്ല അല്ലെ. നമുക്ക് ഇതിന് 5 ഭാഗങ്ങളാക്കിയാൽ മതി. നമുക്ക് ഈ പോയിന്റുകൾ മാത്രം കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട? ഇതിന് കൂട്ടി യോജിപ്പിക്കേണ്ട. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഈ ലൈനിൽ നമുക്ക് മായ്ച്ചറിയാം. നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടി, ഇതും പോയിന്റ് കിട്ടിയല്ലേ. ഇനി നമുക്ക് ഈ അളവ് കോമ്പസിൽ എടുത്ത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇവിടെ ഇങ്ങനെ 5 തുല്യ ഭാഗങ്ങളാക്കിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഈ ലൈൻ അങ്ങോട്ട് മായ്ച്ച് കളയാം. അപ്പൊ നമ്മുടെ ഈ 2 പോയിന്റുകൾ അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തിട്ട് ഈ അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് ഈ സർക്കിളിൽ ഇങ്ങനെ കട്ട് ചെയ്യുക അല്ലെ. 5 തുല്യ ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കോമ്പസ് എടുത്തു. ഇത് ഈ അളവ് ഇതൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്തു അല്ലെ. ഇനി എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നു അല്ലെ. ഇവിടെ കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ഇത് ഇവിടെ വെച്ച് ഇവിടെയും കട്ട് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് 5 തുല്യ ഭാഗങ്ങളായി കിട്ടും. ഇവിടെ നോക്കിയാൽ ഞാൻ 5 തുല്യ കോമ്പസ് വെച്ചിട്ട് അടയാളപ്പെടുത്തി 5 തുല്യ ഭാഗങ്ങളാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പൊ ഒന്ന് യോജിപ്പിച്ച് നോക്കിയേ. ഞാനിത് കൂട്ടി യോജിപ്പിച്ചല്ലേ. ഇനി നമുക്ക് സർക്കിളിന്റെ ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് സർക്കിൾ അങ്ങോട്ട് മായ്ച്ച് കളയാം. അപ്പൊ സർക്കിളിന്റെ ഭാഗം ഞാൻ മായ്ച്ച് കളഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയാൽ, ഇനി നമുക്ക് നോക്കിയാൽ ഓരോ മൂല, ഈ മൂലകൾ നോക്കിയാൽ ഏതൊക്കെയാണ് യോജിപ്പിക്കുന്നത്? ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അല്ലെ. ഫിഗറിലൊന്ന് നോക്കിയാൽ ഒന്നടവിട്ട മൂലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം എന്ത് വേണം? ഇതും തമ്മിൽ കൂടി യോജിപ്പിക്കുക അല്ലെ. പിന്നെയോ ഇതും ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒന്നടവിട്ടിട്ടുള്ള മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതേ ഫിഗർ തന്നെ കിട്ടി അല്ലെ. ഇനി നാം എന്ത് ചെയ്യണം? ഇത്രയും ഭാഗത്ത് എന്ത് കളർ കൊടുക്കുക? റെഡ് കളർ കൊടുക്കുക. ഈ കാലുകൾക്ക് അല്ലെ, ഈ സ്റ്റാറിന്റെ കാലുകൾക്ക് എന്ത് കൊടുക്കുക? യെല്ലോ കളർ കൊടുക്കുക. പിന്നെ ഇത്രയും ഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കുക?
അത് ഗ്രീൻ കളർ കൊടുത്താൽ ഇതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫിഗർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ സ്റ്റാറിന് നമ്മൾ നേരത്തെ വരച്ച സ്റ്റാറിന് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലേ. അതിന്റെ ഉള്ളിൽ മറ്റൊരു സ്റ്റാർ കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ഭാഗങ്ങളുടെ ഉള്ളിൽ എന്ത് വന്നു, വേറൊരു സ്റ്റാർ വന്നു, തന്നെയുള്ള വ്യത്യാസം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെയും എത്രയാണ്, 5 തുല്യ ഭാഗങ്ങൾ തന്നെയാണ് അല്ലെ. അതായത് ഈ സ്റ്റാറിന്റെ മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ നമുക്ക് 5 സൈഡുകൾ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കണം. ഇതേപോലെ തന്നെ നമ്മൾ 5 തുല്യ ഭാഗങ്ങളാക്കുക. അപ്പൊ നമുക്ക് 72 കിട്ടും. അപ്പൊ നമ്മൾ ഇതേ അളവിൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 72 ഡിഗ്രി നമ്മൾ ചെയ്ത പോലെ തന്നെ 72 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നാം ഈ നേരത്തെ ചെയ്ത ഇവിടെ ചെയ്ത അതേപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഒന്നടവിട്ടുള്ള കോർണറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പൊ നമുക്കൊരു സ്റ്റാർ കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇത് അതേപോലെ തന്നെ അപ്പൊ ഇവിടം വരെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഞാൻ വേറെ വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഭാഗം ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ വരകൾ ഒന്ന് അങ്ങോട്ട് മായ്ച്ച് കളയാം. ഈ വരകൾ അങ്ങോട്ട് മായ്ച്ച് കളയാം. അപ്പൊ ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഞാൻ ഉള്ളിലത്തെ ഈ വര അങ്ങോട്ട് മായ്ച്ച് കളഞ്ഞു. ഇപ്പൊ ഇതുപോലെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ സ്റ്റാർ വരയ്ക്കണം അല്ലെ. ഈ സ്റ്റാർ വരയ്ക്കാൻ എന്താ ചെയ്യാൻ നോക്കിയേ, അതായത് ഇവിടെ നോക്കി ഈ മൂല ഏതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, ഇതിന്റെ ഈ മൂലയായിട്ട് വേണ്ട, ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഈ മൂലയും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഈ മൂലയും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. പിന്നെയോ ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൂട്ടി യോജിപ്പിച്ചു. ഇപ്പൊ നമുക്ക് നടുവിൽ ഒരു സ്റ്റാർ കിട്ടി അല്ലെ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ സർക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ സർക്കിൾ ഇവിടെ മാറ്റി കളയാൻ പാടില്ല കേട്ടോ. നമ്മൾ ആദ്യത്തെ ഫിഗറിൽ സർക്കിൾ മാറ്റി കളഞ്ഞു, പക്ഷെ ഇവിടെ എന്ത് വേണം, നമ്മൾ സർക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ സർക്കിൾ മാറ്റി കളയേണ്ട, സർക്കിൾ അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ വരകൾ മാറ്റി കളയാം. മനസ്സിലായല്ലോ, ഈ വരകൾ നമ്മൾ മാറ്റി കളയുക. ഇപ്പൊ ക്ലിയർ ആയില്ലേ. ഇപ്പൊ നമുക്ക് ഇതിന് ഇത്രയും ഭാഗം കൊടുക്കുക, ബ്ലൂ കളർ, നീല കളർ കൊടുക്കുക. ഈ ഭാഗത്ത് നമുക്ക് യെല്ലോ കളർ കൊടുക്കുക. നടുവിലെ സ്റ്റാറിന് കൊടുക്കുക, റെഡ് കളർ കൊടുത്താൽ ഇതേ ഫിഗർ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത പിക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ എത്ര സൈഡാണെന്ന് നോക്കിയതിന്, 1 2 3 4 5 6 7 8 അല്ലെ. 8 സൈഡുകളുണ്ട്, 8 വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ഈ 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്മള് 360 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ. അപ്പൊ നമുക്കിവിടെ 360 ഹരിക്കണം 8 സൈഡ് ഉണ്ട്, ഹരിക്കണം 8. അപ്പൊ ഒന്ന് ഹരിച്ചു നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും നോക്കിയേ, 45 അല്ലെ. അപ്പൊ നമുക്ക് 45 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മുമ്പ് ചെയ്ത പോലെ സർക്കിൾ വരയ്ക്കുക. അപ്പൊ ഞാനിവിടെ നോക്കിയ സർക്കിൾ വരച്ചു അല്ലെ. ഇത് ഇവിടെ നമ്മുടെ റേഡിയസ് ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് എന്ത് വേണം, 45 ഡിഗ്രി ഇവിടുന്ന് മെഷർ ചെയ്ത് 45 ഡിഗ്രി വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ നോക്കിയാൽ ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് വെച്ചു. ഇനി 10 20 30 40 45 ഇവിടെയാണ് 45. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പോയിന്റ് നമുക്ക് കിട്ടിയാലോ, ഇവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഈ വരയുടെ ആവശ്യമില്ല അല്ലെ. അപ്പൊ ഈ വര നമുക്ക് മാച്ചളയാം, ഇത് വേണ്ട. നമുക്ക് ഈ 2 പോയിന്റ് കിട്ടി. ഇനി ഇത് കോമ്പസ് മുമ്പ് ചെയ്ത ഒരു കോമ്പസിൽ എടുത്തിട്ട് ഈ സർക്കിളിന് ഇങ്ങനെ എത്ര ഭാഗങ്ങളാക്കണം, 8 ഭാഗങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എന്നൊക്കെ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കിയാൽ ഇത് ഇതേ അളവ് എടുത്തിട്ട് ഇത് എവിടെ ഇങ്ങനെ കട്ട് ചെയ്തു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സർക്കിളിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ സർക്കിളിന്റെ ഭാഗം നമ്മൾ മാറ്റി കളയാം. അപ്പൊ നമ്മളെ പടം അല്പം ചെരിഞ്ഞു അല്ലെ, അത് കുഴപ്പമില്ല. നമ്മൾ നേരത്തോടെ നോക്കുകയാണെങ്കിൽ നമുക്കത് പറ്റിയേനെ. ഇനി പോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മുകളിലത്തെ അല്ലെ ഈ പോയിന്റും ഈ അടിയിലത്തെ ഈ പോയിന്റ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. അപ്പൊ അത് യോജിപ്പിച്ചല്ലേ. ഇനി എന്ത് വേണം, ഇതും അതുപോലെ ഇതും. ഇപ്പൊ ശരിയായില്ലേ. ഇപ്പൊ നമ്മൾ ഇതേ ഫിഗർ തന്നെ കിട്ടി. പക്ഷെ എന്താണ് പ്രശ്നം പറ്റിയത്, നമ്മൾ അല്പം ചെരിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ വര വരച്ചത് നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് വരച്ചില്ല, അത് കുറച്ചൊന്ന് ചെരിക്കേണ്ടതായിരുന്നു. അതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അത് കുഴപ്പമില്ല, നമുക്ക് ഫിഗർ തന്നെ കിട്ടിയാൽ മതി. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിലുള്ള പോലെ കളർ കൊടുക്കുക. ഏതൊക്കെ കളർ, ഈ 4 യെല്ലോ കളർ കൊടുക്കുക. പിന്നെ ഈ കോർണർ ഉള്ളതിന് ഏത് കളർ കൊടുക്കണം, ഗ്രീൻ കളർ കൊടുക്കുക. ഇതിന് ബ്ലൂ കളർ കൊടുക്കുക. ക്ലിയർ ആയില്ലേ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഫിഗർ ഒന്ന് നോക്കിയേ. ഇവിടെ കാണാം അല്ലെ, 6 വക്കുകളുണ്ട്. 6 വക്കുകളാകുമ്പോൾ 360 എന്ത് നമ്മൾ ചെയ്യണം, 360 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ 360 ഹരിക്കണം 6 എത്ര കിട്ടും, 60 ഡിഗ്രി. മനസ്സിലായില്ലേ. 6 കൊണ്ട് ഹരിക്കാൻ കാരണം അവിടെ 6 വക്കുകളുണ്ട്, അതുകൊണ്ട് നമ്മൾ 6 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്ത് വേണം, സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചിട്ട് 60 ഡിഗ്രിയിൽ അതിനെ മാർക്ക് ചെയ്യുക അല്ലെ. കട്ട് ചെയ്ത് നമുക്ക് എന്താക്കാം,
6 ഈക്വൽ ഭാഗങ്ങളാക്കണം. അപ്പൊ ഞാൻ ഇവിടെ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 60 ഡിഗ്രിയിൽ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇവിടെ പോയിന്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ നോക്കിയേ 60 ഡിഗ്രി, ഇത് എവിടെയാണ് 60 ഡിഗ്രി. ഓക്കെ, ഇത് മാർക്ക് ചെയ്തു. ഇനി എന്ത് വേണം, ഈ അളവ് എടുത്ത് കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ 60 വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര കഷ്ണം കിട്ടും, 6 തുല്യ കഷ്ണങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പൊ നോക്കിയാൽ കോമ്പസ് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് 6 പീസുകളാക്കി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിന്റെ ആവശ്യമുണ്ടോ, ആവശ്യമില്ല. അപ്പൊ നമുക്ക് അതിനങ്ങോട്ട് മാറ്റാളെ, അത് വേണ്ട, ഈ പോയിന്റ് അവിടെ എടുക്കണം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവിടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം അല്ലേ. ഓക്കെ, ഒന്ന് യോജിപ്പിച്ച് നോക്കിയേ. ഓക്കെ, ഞാൻ ഇവിടുത്തെ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കിളിന്റെ ഭാഗങ്ങൾ മാച്ചളയാം അല്ലേ. അപ്പൊ അന്ന് മാച്ചളഞ്ഞോളൂ, സർക്കിളിന്റെ ഭാഗങ്ങൾ മാച്ചളഞ്ഞു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, 6 വശങ്ങളുള്ള അല്ലെ, 6 വശങ്ങളുള്ള ഒരു ഫിഗർ കിട്ടി നമുക്ക്. ഇനി എന്താണ് ചിത്രത്തിലുള്ളതെന്ന് നോക്കിയേ, അടിയിൽ ഒരു സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഈ നീളം ഇങ്ങോട്ടൊരു സ്ക്വയർ ആണ്. അപ്പൊ നാം എന്ത് ചെയ്യണം, അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം നമുക്ക്, അതല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം, പ്രൊട്രാക്ടർ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇത് ഉപയോഗിച്ചോണ്ട ഇവിടെ നിന്ന് എത്രയാണ്, 90 ഡിഗ്രി അല്ലെ. അപ്പൊ 90 ഡിഗ്രി മാർക്ക് ചെയ്തു, ഇവിടെ 90 ഡിഗ്രി. അതേപോലെ ഈ ആംഗിൾ എത്ര വേണം, 90 ഡിഗ്രി അല്ലേ. അപ്പൊ ഇവിടെ വെച്ചത് 0, 10 അങ്ങനെ പോയത് ഇവിടെ 90 ഡിഗ്രി. അപ്പൊ അതും മാർക്ക് ചെയ്തു. അതല്ലെങ്കിൽ നമുക്ക് സെറ്റ് സ്കോർ ഉണ്ടല്ലോ, സെറ്റ് സ്കോർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വരച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. യോജിപ്പിച്ചു അല്ലേ. ഇനി നോക്കിയേ, നമുക്ക് കുറെ ഇങ്ങോട്ട് നീളം വേണ്ട, ഇത് എത്രയാണോ നീളം നോക്കുക, കോമ്പസിൽ അളന്ന് നോക്കിയിട്ട് അതേ നീളം ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതേ അളവിൽ ഇത് എത്രയാണോ അതേ അളവ് കൊടുക്കുക, അതുപോലെ അതേ അളവ് ഇവിടെ കൊടുക്കുക. മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടെ മുറിക്കുക, ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി കളയാം. ഓക്കെ, ഇനി ഇവ തമ്മിൽ അങ്ങോട്ട് യോജിപ്പിക്കാം. ഇനി എന്ത് വേണം, ഇവിടുന്ന് സൈഡിൽ അല്ലേ, സൈഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ചെരിവ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് അടിയിലേക്ക് ഇങ്ങനെ വരണം അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യണം നമ്മള്, അതും ഇതേപോലെ 90 ഡിഗ്രിയിൽ, അതായത് 90 ഡിഗ്രി എന്നാൽ ഇവിടുന്ന് 90 ഡിഗ്രി അല്ല, നമ്മൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലേ, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ എളുപ്പം ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് നമ്മൾ പാരലൽ വരയ്ക്കണം അല്ലേ. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും തൽക്കാലം. അപ്പൊ നാം എന്ത് ചെയ്താൽ മതി, തൽക്കാലം നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ നേരെ തന്നെ ഇങ്ങോട്ട് ഒരു വര കൊടുക്കുക. മനസ്സിലായില്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിന് പെർപെൻഡിക്കുലർ, അതിന് 90 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക. അങ്ങനെയും ചെയ്യാം. നമുക്ക് ഇവ തമ്മിലൊന്ന് കൂട്ടി മുട്ടിക്കുക, അതിനുശേഷം ഈ ആംഗിൾ 90 ഡിഗ്രി എടുത്ത് ഇങ്ങനെ വരയ്ക്കുക. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ അതേ അങ്ങോട്ടും കൂടി നീങ്ങരുത് സ്കെയില്, എന്നിട്ട് കൃത്യമായിട്ട് ഇതിന്റെ നേരെ ഇങ്ങനെ അടിയിലേക്ക് ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. മനസ്സിലായില്ലേ. അതല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ ആംഗിൾ 90 ഡിഗ്രി അത് എന്നിട്ട് ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ഇവിടെ എടുക്കാം. അതായത് ഞാനിവിടെ ഡോട്ടഡ് ലൈൻ ഇട്ടില്ലേ, അത് ഇവിടെ നിന്ന് കണ്ടൊക്കെ 90 ഡിഗ്രി കണ്ട, 90 ഡിഗ്രി ഇതാണ് പോയിന്റ്. ഇവിടെ ഇങ്ങനെ പോയിന്റ് ഇടാം. അതേപോലെ ഇവിടെയും നമുക്ക് 90 ഡിഗ്രി എടുക്കാം. ഇതെങ്ങനെ വെച്ച് ഇത് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് വളയാതെ ഇതിന് പാരലായിട്ട് 2 ലൈനും കൂടി വരച്ചു കൊടുക്കാം. അപ്പൊ ഇവ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ നീളം കുറെ വേണോ, വേണ്ട. അപ്പൊ ഈ നീളം എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുക കോമ്പസിൽ, എന്നിട്ട് അതേ നീളം തന്നെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ അളവ് എടുത്തപ്പോൾ നമുക്ക് ഇവിടെയാണ് കിട്ടിയത് അല്ലേ. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്ത് നോക്കിയാൽ അപ്പൊ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം, ബാക്കിയുള്ള ഭാഗങ്ങൾ മാറ്റിക്കളയാം. ഇതാണ് നമ്മുടെ ഫിഗർ അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഇത്രയും ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇതേപോലത്തെ ഒരു കളർ അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, മാർക്ക് സ്കോർ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.